റയൽ മാഡ്രിഡിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിൽ ക്ലബിനായി അവസാന മത്സരം കളിച്ച് ജർമ്മനിയുടെ മധ്യനിര താരം ടോണി ക്രൂസ്. ലാലിഗ സീസണിലെ അവസാന മത്സരത്തിൽ ജയത്തോടെ സൂപ്പർ താരത്തിന് യാത്രയപ്പ് നൽകാമെന്ന സഹതാരങ്ങളുടെ മോഹം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ക്ലബ്ബ് കുപ്പായത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ് ക്രൂസിന് ഇനിയുള്ള ഏക മത്സരം. ജൂൺ 2-നാണ് വെംബ്ലിയിൽ നടക്കുന്ന കലാശപ്പോരിൽ ജർമ്മൻ ക്ലബ്ബായ ഡോർമുണ്ടാണ് റയലിന്റെ എതിരാളികൾ. കഴിഞ്ഞ ദിവസമാണ് താരം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. സ്വന്തം നാട്ടിൽ നടക്കുന്ന യൂറോ കപ്പോടെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കും. 2014 ജർമ്മനിയുടെ ലോകകപ്പ് നേട്ടത്തിൽ നിർണായക പങ്കുവച്ച താരം ദേശീയ ടീമിനായി 108ഉം റയൽ മാഡ്രിഡിനായി 306 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞിട്ടുണ്ട്. 2021 അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചെങ്കിലും കഴിഞ്ഞ മാർച്ചിൽ പരിശീലകൻ ജൂലിയൻ നഗൽമാന്റെ അഭ്യർത്ഥന മാനിച്ച് തിരിച്ചു വരികയായിരുന്നു. ടോണി ക്രൂസിന്റെ പാസുകൾ കൃത്യവും ലക്ഷ്യം കാണുന്നതുമാണെന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർ വിലയിരുത്തി കഴിഞ്ഞതാണ്. മധ്യനിരയിൽ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അദ്ദേഹത്തിന്റെ അഭാവം റയൽ മാഡ്രിഡിന് വലിയ തിരിച്ചടിയാവുമെന്ന് ഉറപ്പാണ്. മികച്ച കളിക്കാരന് വിരമിക്കൽ ശരിക്കും നഷ്ടം തന്നെയാണ്. സാന്റിയാഗോയിൽ കണ്ണീരണിഞ്ഞ് ടോണി ക്രൂസ് കളം വിട്ടു. ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോ അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. മറ്റൊരു വീഡിയോയുമായി കാണാം. കാത്തിരിക്കാം. ടോക്ക് ബൈ ഹാരിസ്.